എത്രയാ ചേട്ടാ? അതൊക്കെ പറയാം, മോള് വാ, ഞാനും അങ്ങോട്ട് വരാം. ആ ജോബി, ഒരു നല്ല മുറി വേണം. ഇതെൻ്റെ ബന്ധുവാ. നാളെ ഒരു PSC ടെസ്റ്റ് ഉണ്ട്. ID പ്രൂഫ് തരൂ. ഇതിലൊന്ന് അഡ്രസ് എഴുതണേ. റൂം നമ്പർ 102. ഇത് ID. അഡ്വാൻസ് അത് കുഴപ്പമില്ല ചേച്ചി, ചെക്കൗട്ട് സമയത്ത് തന്നാൽ മതി. ചേട്ടാ, വളരെ ഉപകാരം. ഒന്നും പേടിക്കണ്ട മോളെ. ചേട്ടാ, നാളെ ഒരു 9 മണിക്ക് വരാമോ രാവിലെ? തീർച്ചയായും നാളെ വരാം. ഓട്ടോക്കൂലി ഇരിക്കട്ടെ, നാളെ വരുമ്പോൾ ഒരുമിച്ച് തന്നാൽ മതി. ശരി ശരി. വരൂ, റൂം കാണിച്ചു തരാം. വരൂ, ഇതാണ് റൂം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനെ വിളിച്ചാൽ മതി. വിളിക്കാം. നൈറ്റിലേക്കുള്ള ഫുഡ് വല്ലതും? രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഞാൻ വഴിയിൽ നിന്ന് വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ശരി. എന്താ കാര്യം? ഒരു റൂം വേണമായിരുന്നു. വരൂ. ID പ്രൂഫ്. ഈ രജിസ്റ്ററിൽ അഡ്രസ് ഒന്ന് എഴുതണേ. റൂം നമ്പർ 104. താക്കി. താങ്ക് യു. അതെ, 22 വർഷങ്ങൾക്ക് മുമ്പ് സുമിത്ര അഭിരാമി യാത്രയിലായിരുന്നു. ഏയ് അല്ല, 2 പേര് മാത്രമല്ല മിസ്സിംഗ്. ഒരു പുരുഷോത്തമൻ, അയാൾ ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു. പുരുഷോത്തമന് ഇപ്പോൾ ഒരു 60-നടുത്ത് പ്രായമുണ്ടാവും. തിരിഞ്ഞു നോക്കാതെ പറയണം ആരാണെന്ന്. ഞാനങ്ങോട്ട് വിളിക്കാം. വല്യമ്മാവന്റെ പുന്നാര കുട്ടി അനുപമ. എങ്ങനെ മനസ്സിലായി? ഞാൻ ശബ്ദം മാറ്റിയില്ലേ സംസാരിച്ചേ? വല്യമ്മാവനെ മോശമല്ലാത്തൊരു പോലീസ് ഓഫീസറായിരുന്നു. പോലീസിനും പോലീസ് നായക്കും ഒരുപോലെയുള്ള ഒരു കഴിവുണ്ട്. മണത്തറിയൽ. എക്സാക്ട്ലി. നിന്നെ തോളിലേറ്റി നടന്നില്ലേ ഞാൻ. നിന്റെ ഗന്ധം പിടിക്കാൻ എനിക്ക് 1 സെക്കൻഡ് പോലും വേണ്ട. അതുപോട്ടെ, നീ പഠിച്ച് എന്താവോന്ന് പറഞ്ഞിരുന്നേ? എന്നിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. ആരോട് ചോദിച്ചാലും സെയിം ആൻസർ. എന്താവണം? IAS. ഞാനതാ വേണ്ടെന്ന് വെച്ച്. കൊള്ളാം. ഡിഗ്രി തോറ്റവർക്ക് IAS എഴുതാനുള്ള നിയമം ഇല്ലാത്തോണ്ടല്ല. വല്യമ്മാവ,
തോറ്റു എന്നും പറഞ്ഞു എന്നെ ആക്ഷേപിക്കല്ലേ. എങ്ങനെയാ ഒരാൾ ജയിക്കുന്നത്? ആ മറ്റൊരാള് തോക്കുമ്പോ യെസ്, ആ മാന്യത എനിക്ക് കിട്ടണം. ഉം. അല്ല അനൂപ് എന്ത് പറയുന്നു? അവൻ എന്ത് പറയുന്നു അവനല്ലേ അറിയൂ, എന്നോട് ചോദിക്കരുത്. വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആ അല്ല, എന്താ ഫോണില് കേസിന്റെ കാര്യം എന്തെങ്കിലും ആണോ? സുമിത്രയുടെയും അഭിരാമിയുടെ അന്വേഷണം. അഭിരാമിയെ ഞാൻ എപ്പോഴും ഓർക്കും. മുത്തശ്ശി പറഞ്ഞിരുന്നല്ലോ, അജയ് വലുതായി കഴിഞ്ഞാ അഞ്ജനയോ അഭിരാമിയോ കെട്ടണമെന്ന്. ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അഞ്ജന ചോദിക്കും ആരെയാ കെട്ടുന്നേന്ന്. അജയ് പറയും വലുതായി കഴിയുമ്പോ തീരുമാനിക്കാന്ന്. പിന്നെ എന്നോട് അജയ് പറയും അഭിരാമി മതിയെന്ന്. അജയ്ക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കണ്ടാ മതി. വല്യമ്മ, ഒരു ഇൻസിഡന്റ് ഉണ്ടായി. വരുന്ന വഴിക്ക് ഞാനൊരു ഷോപ്പിൽ കയറി. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു. എന്റെ കഴുത്തിലെ ഇതേ മാലയിട്ടൊരു പെൺകുട്ടി. കണ്ടിട്ട് മുഖം ഞാൻ കണ്ടില്ല. ഞാൻ അവളെ അവിടെയൊക്കെ തെരഞ്ഞു, പക്ഷെ എന്നിട്ടും കണ്ടില്ല. സത്യമാണോ ഈ പറയുന്നേ? അതെ. അപ്പോ എന്റെ മകൾ ഇവിടെ എവിടെയോ ഉണ്ട്. കണ്ടാലും എനിക്ക് തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോ അവൾ എന്റെ മുമ്പിലൂടെ പോകുന്നുണ്ടാവാം. ചിലപ്പോ സംസാരിച്ചിട്ടുണ്ടാവും. എന്തൊരു വിധിയാണ് എന്റേത്. വല്യമ്മ, സോറി, നിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞാൻ എന്റെ വിഷയത്തിലേക്ക് സഞ്ചരിച്ചു. വാ ചോദിക്കട്ടെ, വാ. നിങ്ങളെ ഞാൻ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുക. എന്തോ ഒരു ഉടായ്പ കേസുണ്ടല്ലോ. എന്റെ ഫോണിന്റെ ഇയർബഡ് താഴെ പോയതാ, അത് നോക്കിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് തരാം. നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് വെക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിലേക്ക് വിളിച്ചാൽ മതി. ഓ ശരിയെന്ന്. ഓക്കെ. ലക്ഷ്മി ചേച്ചി. എവിടെയാ മോളെ? സാറിന്റെ വീട്ടിലാണോ? സാറിനെ കാണാൻ കഴിഞ്ഞില്ല ചേച്ചി. സാർ എവിടെയാ പോയിരിക്കുക. നാളെ രാവിലെ എത്തുള്ളൂ. എന്നിട്ട് ഞാനിവിടെ ഹോട്ടലിലൊരു റൂം എടുത്തു. വലിയ മോശമില്ല. മോളെ, രാത്രി ഒറ്റയ്ക്ക് ഞാനിനി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവളല്ലേ. അച്ഛൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ. അമ്മ ജയിലിലുമായി. ഇനി ഞാൻ ആരെ പേടിക്കാനാ? അമ്മയെ ഇറക്കണം. അതിനുള്ള യാത്രയാണിതൊക്കെ. അല്ല ചേച്ചി എവിടെ? ഞാൻ കോഫി ഹൗസിലാ. തിരക്കുണ്ടോ? മോശമില്ല. മോളെ, ബാങ്കിൽ നിന്ന് ഒരു കടലാസ് വന്നിട്ടുണ്ട്. അത് ലോൺ അടയ്ക്കാനുള്ളതാ. ഞാൻ വന്നിട്ട് അടച്ചോളാം. എപ്പോഴാ മടക്കം? എന്തായാലും വന്നില്ലേ, ഞാൻ സാറിനെ കണ്ടിട്ടേ മടങ്ങൂ. മോള് കഴിച്ചോ? ഞാൻ വഴിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, കഴിക്കണം. എന്നാ കഴിച്ചോ. നാളെ വിളിക്കണേ. വിളിക്കാം.
കഴിഞ്ഞ എത്ര നാളുകൾക്ക് ശേഷം അല്ലേ? നീ ദില്ലിയില്, ഞാൻ ഹൗസിലും. നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ? ഇല്ല. ഡിഗ്രി ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. അഞ്ജനെ, കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഏജ് ഓഫ് 2 and above? ഇല്ല. എനിക്കും അത്രയ്ക്ക് ഓർമ്മയില്ല. ആ സമയത്താ അഭിരാമിയെ കാണാതായത്. അവളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ 3 കസിൻസ്. എന്ത് രസല്ലേ? അതെ. ആ, അഭിരാമി ഇല്ലാത്തതുകൊണ്ട് മാത്രം നിന്നെ അജയ് കെട്ടുന്ന. ഇല്ലെങ്കി അഭിരാമി ആവുമായിരുന്നു അജയുടെ വൈഫ്. അങ്ങനെ ആര് പറഞ്ഞു? അമ്മ പറഞ്ഞിട്ടുണ്ട്. അജയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടായിരുന്നു. വലുതാവുമ്പോ അഭിരാമിയെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. അഭിരാമി അതിസുന്ദരിയായിരുന്നു. ഇപ്പൊ ഉണ്ടെങ്കി മിസ് വേൾഡ് ആയേനെ. എനിക്കെന്താ കുറവ്? നീയോ? ആവറേജ്. ഒരു നോർമൽ ഗേൾ. ചത്ത കണ്ണ്. 100-ല് 35. അത്രേ ഉള്ളൂ. ആ, അമ്മ പറഞ്ഞതേ കുഞ്ഞിലെ പോലും അഭിരാമിയുടെ ക്യാരക്ടർ അട്രാക്റ്റീവ് ആയിരുന്നൂന്നാ. കുഞ്ഞിലെ അവൾക്ക് എന്ത് കിട്ടിയാ പോലും എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. ഒന്നിനും ഒരു പരാതിയും ഇല്ല. നീ അങ്ങനെ ആയിരുന്നില്ല. സെൽഫിഷ് ആയിരുന്നു. എന്ത് കിട്ടിയാലും കീശയിലാക്കും. നീയാണ് അജയെങ്കിൽ ഈ 2 ക്യാരക്ടറിൽ ആര് സെലക്ട് ചെയ്യും? ഇവള് പൂണ്ട് വിളയാടുകയാണല്ലോ. ഇവളെ കൂടെ നിർത്തണം. അനു, അഭിരാമി ഗുഡ് ക്യാരക്ടർ, സമ്മതിച്ചു. പക്ഷേ അനു എക്സലന്റ് ക്യാരക്ടറാ. ഞാനോ? ആ, എന്റെ അമ്മ എപ്പോഴും പറയുന്നത് ഞാൻ അനുവിനെ പോലെ ആവണോന്നാ. അനൂപ് എന്താ ചെയ്തത്? ഭർത്താവിനോട് പറയുക പോലും ചെയ്യാതെയാ ഇവിടെ വന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമാ അത് നൽകുന്നത്. ഒരു സ്ത്രീയും പുരുഷന് അടിമയാകില്ല എന്നുള്ള പ്രഖ്യാപനോ? അങ്ങനെയാണല്ലേ? ആ, ഇനിയിപ്പൊ നിനക്ക് വിവാഹബന്ധം വേർപെടുത്തണമെങ്കിൽ അതും ചെയ്യാം. ഒരു സ്ത്രീയുടെ റൈറ്റാ. പക്ഷേ ഞാൻ ചെയ്യില്ല. എനിക്ക് എല്ലാത്തിനും ഭയ. പക്ഷേ അനു ധീര വനിതയാ. നോക്ക്, രോമാഞ്ചം ഉണ്ടാവുന്നു. അഞ്ജനെ, നിന്നെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. സോറിടാ. ഇത്ര സുന്ദരിയായ നിന്റെ മുഖത്ത് നോക്കി ഞാനത് പറഞ്ഞല്ലോ. സോറിടാ. ഇത്ര സുന്ദരിയായ നിന്റെ മുഖത്ത് നോക്കി ഞാനത് പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ അഭിരാമിയെ കുറിച്ച് പറഞ്ഞതേ നോണയാ. അമ്മയ്ക്ക് അവളെ കുറിച്ച് വളരെ മോശം അഭിപ്രായ. എന്താ രണ്ടാളും കുശലാണോ? നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരമ്മ പെറ്റ പോലെയുണ്ട്. എന്നാലും ബ്യൂട്ടി അനുപമിക്കാം. താങ്ക് യു അമ്മായി. അഞ്ജനയും അജിയും ജോഡിയാണോ? അനുപമ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. എന്ത് ചോദ്യം അമ്മായി. സൂര്യന്റെ കാമുകി താമര, ചന്ദ്രന്റെ കാമുകി ആമ്പൽ. ഇവര് സൂര്യനും താമരയോ? അജയ്ക്ക് ഇവളെ കൊടുക്കാൻ അമ്മായി സമ്മതിച്ചു തന്നെ ഭാഗ്യം. പക്ഷേ എന്റെ ഒരു സംശയം, അജയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യക്കുറവുണ്ടോന്നാ. ഞാൻ ചോദിക്കാം. ഞാൻ പറയുന്നതിനപ്പുറം അവനില്ല. അമ്മായി, സത്യത്തിൽ ഈ വീട്ടിൽ ഒരാളിന്റെ കുറവില്ലേ? ആരുടെ? അഭിരാമി. അവള് ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഇവിടെ അടുത്തെവിടെ?
ഞാനേ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ഷോപ്പിൽ കയറിയപ്പോ എന്റെയും അഞ്ജനയുടെയും അതേ ലോക്കറ്റ് ഇട്ട മാലയുമായി ഒരു പെൺകുട്ടി നീങ്ങുന്ന കണ്ടു. മുഖം കണ്ടില്ല. അവള് ഭൂമിയാ. അവള് ഒരു ഭീഷണിയായിട്ട് മുൻപിൽ നിൽക്കുക. എന്ത് പറ്റിയമ്മായി? ഏയ് ഒന്നുമില്ല, ഞാനിപ്പോ വരാം. ഹലോ, റിസപ്ഷൻ? അതെ. റൂം നമ്പർ 102-ൽ നിന്നാണേ. ബ്രേക്ക്ഫാസ്റ്റ് റൂം സർവീസ് ഉണ്ടോ? സോറി മാഡം, ബ്രേക്ക്ഫാസ്റ്റ് റൂം സപ്ലൈ ഇല്ല. റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയോ? ആയിട്ടുണ്ട് മാഡം. താങ്ക് യു. മോൾ അറിയാൻ എനിക്കെന്തും സംഭവിക്കാം. ഞാൻ കൊല ചെയ്യപ്പെടാം. ഹലോ, എന്തായി? എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു. അവള് താമസിക്കുന്ന മുറി കയറി. സസ്പെൻസ് ഇടാതെ കാര്യം പറയടോ. അവളുടെ ബാഗ് ഞാൻ തുറന്നു. എന്നിട്ടെന്താ? കത്ത് കിട്ടിയോ? കിട്ടി. എന്നിട്ടെന്താ? കത്തിലെ കാര്യങ്ങൾ മാഡം പറഞ്ഞതുപോലെയാ. കേസിന്ന് അംബികയെ രക്ഷപ്പെടുത്താനുള്ളതെല്ലാം ഇതിലുണ്ട്. അത് മാഡം തന്നെ നേരിട്ട് വായിക്കണം. എത്രയും വേഗം ഇവിടെ എത്തണം. വന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. മാഡം, ഭൂമി ഇവിടെ ഇട്ട് കത്തിക്കട്ടെ. കത്തിക്കട്ടെന്നോ? അതെ, അവളെ ഈ പരിസരത്ത് വെച്ച് കൊല്ലാൻ എളുപ്പമാ. അവളെ കൊന്നിട്ട് എന്തിനാ? തനിക്ക് കയ്യിൽ കിട്ടിയ കത്ത് ഒറിജിനലാണോന്ന് അറിയത്തില്ലല്ലോ. കത്ത് അവള് മറ്റെവിടെങ്കിലും സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലോ? എല്ലാം മനസ്സിലാക്കിയിട്ട് മതി. താൻ എത്രയും വേഗം ഇങ്ങോട്ട് എത്ത്. ശരി മാഡം.
എന്താ ഭൂമി? ദാസനുണ്ടോ? ആ, എന്റെ അടുത്തുണ്ട്. നിങ്ങളെ അന്വേഷിച്ച് ഏതെങ്കിലും അപരിചിതൻ വരാം. അയാൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആ പിന്നെ കൃത്യമായ മറുപടി ഒന്നും കൊടുക്കണ്ട. ആ. എന്നിട്ട് എന്നെ വിളിക്കണം. കഥയില് ഇനി ഉഗ്രൻ ട്വിസ്റ്റാ. ശരി. അപ്പോ എന്റെ ഭൂമി എന്നെ വെറുതെ കാണാൻ വന്നതല്ല. കൊല ചെയ്യപ്പെട്ടത് എന്റെ അച്ഛൻ. നിന്നെ തല്ലാൻ ഓങ്ങിയ കൈകൊണ്ട് അവൻ താലി കെട്ടിയിരിക്കും.